ഇടുക്കി മെഡിക്കൽ കോളേജ് പൂർണ്ണ തോതിൽ യാഥാർത്ഥ്യമാകാൻ ഇനി ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് സൂചന. ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ടെത്തി പലതവണ ഉദ്ഘാടനം ചെയ്തെങ്കിലും രോഗികളെ കോട്ടയത്തേക്ക് റെഫർ ചെയ്യുന്ന ആശുപത്രി എന്ന നിലയിലാണ് ഇപ്പോഴും ഈ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം. നിർമ്മാണ കമ്പനിയായ കിറ്റ്കോ വരുത്തിയ അപാകതകൾ കാരണം ഓപ്പറേഷൻ തിയേറ്റർ പോലും മെഡിക്കൽ കോളേജിൽ സജ്ജീകരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ചേച്ചി, എമർജൻസി ആയ ഒരു പേഷ്യൻറ്റിനെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യില്ല കേട്ടോ ചേച്ചി. ഇത്ര എമർജൻസി ആണെങ്കിൽ കോട്ടയത്തേക്ക് ഞാൻ റെഫർ ചെയ്യും. ഇവിടെ കൊണ്ടുവന്നാലും ഉടനെ തന്നെ കോട്ടയത്തേക്ക് റെഫർ ചെയ്യുക. ഈ പേഷ്യൻ്റ് ഇച്ചിരി ഞരമ്പൊക്കെ കട്ട് ചെയ്തിട്ടല്ലേ ഇത്രയും ബ്ലീഡിങ് ഉണ്ട് പേഷ്യൻറ്റിനെ ഇവിടെ കൊണ്ടുവന്നിട്ട്. ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. മെഡിക്കൽ കോളേജ് ആണെന്ന് പറയുന്നല്ലാണ്ട് അതിന് മാത്രം ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ നമുക്കില്ല. അപ്പോൾ എമർജൻസി ആണെന്ന് തോന്നുന്നു ഒരു പേഷ്യൻ്റ് ഇങ്ങോട്ട് വിടരുത്, നേരെ കോട്ടയത്തിന് റെഫർ ചെയ്യും. ഇപ്പൊ അവര് നമ്മളോട് ചാടിക്കഴിക്കുക. ഇടുക്കി മെഡിക്കൽ കോളേജിലെ ജീവനക്കാരി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ നേഴ്സിന് അയച്ച ശബ്ദ സന്ദേശമാണിത്. ഈ പറഞ്ഞത് 100% യാഥാർത്ഥ്യമാണ്. ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗിയെ മറ്റേതെങ്കിലും മികച്ച ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ദൗത്യം. ആരോഗ്യമന്ത്രിയുടേതടക്കം വാഗ്ദാനങ്ങൾ എല്ലാം പാഴ്വാക്കായി. ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെ അവസ്ഥ ഒന്ന് കാണുക. ജില്ലാ ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിലുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇപ്പോൾ ശസ്ത്രക്രിയകളെല്ലാം നടത്തുന്നത്. MDT കമ്പനി കൊണ്ടുവരുന്ന സാധനങ്ങൾ സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ്. അത് ഫിറ്റ് ചെയ്യത്തക്ക രീതിയിൽ വേണം ഈ ഡോറുകളൊക്കെ ഉപയോഗിക്കാം. 6 അടി പൊക്കത്തിലെങ്കിലും ഡോറിന്റെ ഹൈറ്റ്, അത് മൊത്തം ടെറസ് മുതൽ താഴേക്ക് ഡോറുണ്ടാക്കി വെച്ചാൽ ശരിയാകത്തില്ല. അങ്ങനെയുള്ളത് ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ PTA തന്നെ 55,000 രൂപ നഷ്ടപ്പെട്ടു. ഇനിയിപ്പം അതിന്റെ പണി ബാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ ഡക്റ്റുകൾ അവിടെ ഉണ്ട്. ആ ഡക്റ്റുകൾ ഇവരുടെ ഈ സാധനം വെക്കത്തക്ക രീതിയിൽ മോഡിഫൈ ചെയ്താൽ മാത്രമേ ഇനി ബാക്കിയുള്ള പണി നടക്കാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് ഡോക്ടർമാരില്ല. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനുള്ളിലെ റോഡുകൾ നിർമ്മിക്കാൻ പലപ്പോഴായി 22 കോടി രൂപ അനുവദിച്ചു. പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് മാറ്റമൊന്നും ഉണ്ടായില്ല. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് കിറ്റ്കോയോട് മന്ത്രിമാരുൾപ്പെടെ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വീഴ്ച വരുത്തിയ കിറ്റ്കോ എന്ന കമ്പനിക്ക് ഇനി കരാറുകൾ കൊടുക്കരുതെന്ന് കോളേജ് അധികൃതരും പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതൊന്നും കേൾക്കാതെ ആരോഗ്യ വിഭാഗം ടെക്നിക്കൽ ടീമാണ് കിറ്റ്കോയ്ക്ക് പുതിയ കരാറുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നതും. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.